ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ടോപ്പിക്കാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ആദ്യം തന്നെ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ GDP is the money value of all the final goods and services produced within the domestic territory of a nation in a year. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതായത് ആ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ എത്രത്തോളം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്രത്തോളം വർത്ത് ആണ്, അതിൻ്റെ മണി വാല്യൂ, അതിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ GDPനെ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, ഒരു വർഷം എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. സോ ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ കണക്കാക്കാം. അതേപോലെ ഒരു വർഷം എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തോ അത് എത്രത്തോളം ഇൻകം ആണോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇൻകത്തിൻ്റെ ബേസിസിൽ GDP മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇക്കോണമിയിൽ 3 മെയിൻ സെക്ടേഴ്സ്, ഹൗസ് ഹോൾഡ്സ്, ബിസിനസ് ആൻഡ് ഫേംസ്, ഗവൺമെൻറ്, അതേപോലെ ഓപ്പൺ ഇക്കോണമി ആണെങ്കിൽ ട്രേഡും വരും, നെറ്റ് എക്സ്പോർട്സ്. സോ ഈ മെയിൻ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി എത്രത്തോളം എക്സ്പെൻസസ് ആണ് നടത്തുന്നത്. സോ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിസിലും GDPനെ അളക്കാൻ പറ്റും. സോ ഈ 3 രീതിയിൽ GDPനെ മെഷർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ GDP ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട്, ആഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ, ആഗ്രിഗേറ്റ് ഇൻകം, ആഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ. സോ ഈ പറയുന്ന ടേംസ് എല്ലാം GDPയുടെ സിനോണിംസ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നോക്കാം. സോ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട്. സോ ഇവിടെ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ റിയൽ GDP ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റിയൽ GDP ഈസ് നത്തിങ് ബട്ട് നോമിനൽ GDP അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. സോ റിയൽ GDPയും ഇക്കോണമിയിലെ ടോട്ടൽ പ്രൈസ് ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പം ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് കിട്ടും. അതിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇക്കോണമിയുടെ ടോട്ടൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഈ ആഗ്രിഗേറ്റ് പ്രൈസ് ലെവലിൽ ആരാണ് ഈ റിയൽ GDP അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഡിമാൻഡ് ചെയ്യുന്നത്? അതാണ് 4 മെയിൻ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി: ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സോ വേറെ രീതി പറഞ്ഞാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ദ സം ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൻഡ് നെറ്റ് എക്സ്പോർട്സ്. സോ ഇതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു C+I+G+X-M എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, GDPനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വഴി മെഷർ ചെയ്യുവാണെങ്കിൽ കിട്ടുന്നതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതിനർത്ഥം റിയൽ GDPയും ആഗ്രിഗേറ്റ് പ്രൈസ് ലെവലിൽ തമ്മിൽ ഒരു ഇൻഡയറക്റ്റ് ആൻഡ് നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കൊരു ഇൻഡിവിജ്വലിനെ പറ്റി എടുക്കുകയാണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡിലും നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ കാണുന്നത്. That is, there is an inverse relationship between the price level and the quantity demanded of a particular commodity, other things remaining the same. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. പക്ഷെ ലോ ഓഫ് ഡിമാൻഡും ആഗ്രിഗേറ്റ് ഡിമാൻഡ് തമ്മിലുള്ളൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ ഓഫ് ഡിമാൻഡിൽ ഒരു ഇൻഡിവിജ്വൽ ഗുഡിൻ്റെ പ്രൈസ് ചേഞ്ചിനെ പറ്റി പറയുമ്പം, അതായത് സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഗുഡിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ അവിടെ ഡിമാൻഡ് കുറയുവാണ് ചെയ്യുന്നത്, പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് റിമെയിനിങ് ദ സെയിം എന്ന് നമ്മൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ബട്ട് ആഗ്രിഗേറ്റ് ലെവലിലോട്ട് വരുമ്പം ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുമ്പം അവിടെ മറ്റ് ഗുഡ്സിൻ്റെ പ്രൈസസ് അല്ലെങ്കിൽ മറ്റു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പം ദർ ഇസ് എ സൈമൾട്ടേനിയസ് ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് പ്രൈസ് ലെവൽ അവിടെ ആഗ്രിഗേറ്റ് ലെവൽ ചേഞ്ച് ചെയ്യുമ്പം എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവലിലും അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. സോ അത്തരത്തിലൊരു ചെറിയ ഡിഫറൻസ് നമുക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡും അതേപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡും എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. സോ വൈ ഡസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്? അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന് വെൽത്ത് ഇഫക്റ്റ് ആൻഡ് രണ്ടാമത്തത് ഇൻട്രസ്റ്റ് റേറ്റ് ഇഫക്റ്റ്. അപ്പോൾ ആദ്യം വെൽത്ത് ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. Other things remaining the same, an increase in the aggregate price level will lead to a decrease in the purchasing power of money or their wealth. ഇപ്പോൾ ഒരു മൊത്തം ഇക്കോണമിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു ഇക്കോണമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഇത് ബാധിക്കും. അതായത് ഇക്കോണമിയിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവൽ കൂടുവാണെങ്കിൽ, ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടുവാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു എ ഡിക്രീസ് ഇൻ ദ പർച്ചേസിങ് പവർ ഓഫ് മണി. അതായത് ജനങ്ങളുടെ കയ്യിലുള്ള
പണത്തിൻ്റെ പേർച്ചേസിങ് പവർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതായത് കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് എന്തൊക്കെ പ്രോഡക്ട്സ് മേടിക്കാൻ പറ്റുന്നുവോ അതവിടെ കുറയുവാണ് പ്രൈസ് ലെവൽ കൂടുന്ന സമയത്ത്. അതായത് സപ്പോസ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, അയാൾ ഒരു പെൻ മേടിക്കാൻ പോവുകയാണ്. ഒരു പെന്നിൻ്റെ വില 50 റുപ്പീസ് ആണെങ്കിൽ കയ്യിലുള്ള 100 രൂപ വെച്ച് അയാൾക്ക് നിലവിൽ 2 പെൻ മേടിക്കാൻ പറ്റും. സപ്പോസ് ആ പെന്നിൻ്റെ വില 50 റുപ്പീസിൽ നിന്നും 60 ആയിട്ട് കൂടുവാണെങ്കിൽ അയാളുടെ ഇൻകം അപ്പോഴും അവിടെ 100 റുപ്പീസ് തന്നെ ഉള്ളൂ. അതായത് കയ്യിൽ 100 രൂപ തന്നെ ഉള്ളൂ. ആ 100 രൂപ വെച്ച് നിലവിലത്തെ പെന്നിൻ്റെ വില 60 രൂപയാണെങ്കിൽ അയാൾക്കിപ്പോൾ ഒരേ ഒരു പെൻ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഒരേ ഒരു പെന്നിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഈ ഒരു പെൻ പോലെ തന്നെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും എടുക്കുക. അപ്പോൾ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും പ്രൈസ് കൂടുവാണെങ്കിൽ നേരത്തെ എത്ര അളവിലാണോ എല്ലാ ജനങ്ങളും മേടിച്ചിരുന്നത് ആ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വില കൂടിയത് കൊണ്ട് അവർ നിലവിൽ മേടിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അളവിനവിടെ കുറവ് വരും. അതായത് മണിയുടെ പേർച്ചേസിങ് പവർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. പർച്ചേസിങ് പവർ കുറയുക എന്ന് പറയുമ്പം കയ്യിലിരിക്കുന്ന പണം കൊണ്ട് ഇപ്പം നേരത്തെ മേടിച്ചിരുന്ന അതേ ക്വാണ്ടിറ്റിയിൽ മേടിക്കാൻ ഇപ്പം പറ്റുന്നില്ല. അതാണല്ലോ നമ്മൾ പെന്നിൻ്റെ എക്സാമ്പിളിലും കണ്ടത്. കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നപ്പം പെന്നിൻ്റെ വില 50 രൂപ ആയിരുന്ന സമയത്ത് 2 പെൻ മേടിക്കാൻ പറ്റുമായിരുന്നു ആ 100 രൂപ കൊണ്ട്. ആ പെന്നിൻ്റെ വില അവിടെ 50-ൽ നിന്നും 60 കൂടിയപ്പം കയ്യിൽ അപ്പോഴും 100 രൂപ തന്നെ ഉള്ളൂ. ആ 100 രൂപ കൊണ്ട് നിലവിൽ 60 രൂപയുടെ ഒരു പെൻ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 100 രൂപയുടെ പേർച്ചേസിങ് പവർ അവിടെ കുറയുവാണ് ചെയ്തത്. അപ്പോൾ ഈ പെൻ പോലെ തന്നെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇക്കോണമിയിൽ ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടുവാണെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും പ്രൈസ് കൂടുവാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ പേർച്ചേസിങ് പവർ അവിടെ കുറയും. അതായത് നേരത്തെ അവർ എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ എന്തളവിലാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം മേടിച്ചിരുന്നത് ആ അളവ് അവിടെ കുറയുമായിരിക്കും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ അവിടെ കൂടുമ്പം ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയുമ്പം അതായത് നേരത്തെ മേടിച്ചിരുന്ന അതേ അളവിൽ ഇപ്പം നിലവിൽ മേടിക്കാൻ പറ്റാതെ വരുമ്പം എന്താ സംഭവിക്കുക? കൺസംഷൻ അവിടെ കുറയുവാണ്. അപ്പോൾ ഹോൾ ഇക്കോണമിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലെ കൺസംഷനാണ് അവിടെ കുറയുന്നത്. അതിനർത്ഥം ആഗ്രിഗേറ്റ് കൺസംഷൻ കുറയുമ്പം ഇറ്റ് വിൽ ലീഡ് ടു എ ഫോൾ ഇൻ ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇതിന് നേരെ തിരിച്ചായിരിക്കും ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കുറയുമ്പോൾ സംഭവിക്കുന്നത്. സോ ഈ വെൽത്ത് ഇഫക്റ്റിനെ പിഗു ഇഫക്റ്റ് എന്നും പറയും ആഫ്റ്റർ ദ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് AC പിഗു. സോ പിഗു ഇഫക്റ്റ് പറയുന്നത് എന്താണ്? വെൻ ദ പ്രൈസ് റൈസസ് ദ ഓണേഴ്സ് ഓഫ് ദ ക്യാഷ് ബാലൻസസ് ഫീൽ ദാറ്റ് the value of their cash has gone down. So in order to compensate that, they save more and consume less. The reverse takes place when the price falls. ഇതാണ് പിഗു ഇഫക്റ്റ്. അപ്പോൾ ഈ വെൽത്ത് ഇഫക്റ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പിഗു ഇഫക്റ്റിലും പറയുന്നത്. അതായത് പ്രൈസ് കൂടുമ്പം ജനങ്ങൾക്ക് തോന്നുകയാണ് അവരുടെ കയ്യിലുള്ള പണം എത്രത്തോളം പണമാണ് അവരുടെ കയ്യിലുള്ളത് ആ പണത്തിൻ്റെ മൂല്യം അവിടെ കുറയുവാന്ന്. അങ്ങനെ മൂല്യം കുറയുമ്പോഴത്തേക്കിനും അവരെന്ത് ചെയ്യും? കൺസംഷൻ കുറച്ചിട്ട് അവർ കൂടുതൽ സേവ് ചെയ്യാൻ നോക്കും. ഇതിൻ്റെ റിവേഴ്സാണ് പ്രൈസ് ലെവൽ കുറയുമ്പോൾ സംഭവിക്കുന്നത്. ഇതിനെയാണ് പിഗു ഇഫക്റ്റ് എന്ന് പറയുന്നത്. വെൽത്ത് ഇഫക്റ്റ് എന്ന് പറയുമ്പം ആഗ്രിഗേറ്റ് ലെവലിൽ നമ്മൾ പറയുകയാണ്. ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടുമ്പം ഇറ്റ് വിൽ ലീഡ് ടു ഡിക്രീസ് ഇൻ ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽസ് ഇൻ ദി ഇക്കോണമി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ദേ റെഡ്യൂസ് ദെയർ കൺസംഷൻ വിച്ച് ലീഡ്സ് ടു എ ഫോൾ ഇൻ ദി ആഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ ഇതൊരു കാരണമാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാനായിട്ട്. രണ്ടാമത്തെ കാരണമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇഫക്റ്റ്. Other things remaining the same, an increase in the price level will lead to a decrease in the purchasing power of money. നമ്മൾ വെൽത്ത് ഇഫക്റ്റിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. അതായത് ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടി കഴിയുമ്പം ജനങ്ങളുടെ കയ്യിലുള്ള കാശ് എത്രയാണോ അതിൻ്റെ പേർച്ചേസിങ് പവർ മൂല്യം അവിടെ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവിടെ എന്താ ചെയ്യുക? ദേ ട്രൈ ടു സേവ് മോർ ആൻഡ് കൺസ്യൂം ലെസ്. അപ്പോൾ കൂടുതൽ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പം അവരുടെ കയ്യിലുള്ള ബോൺഡ്സ് വിറ്റെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കടം മേടിച്ചെന്നും വരാം. സോ ദാറ്റ് ദേ ക്യാൻ സേവ് മോർ മണി. അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കൂട്ടാനായിരിക്കും ജനങ്ങൾ ആ സമയത്ത് നോക്കുന്നത്. അതായത് ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടുന്ന സമയത്ത് നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടം മേടിച്ചിട്ടാണെങ്കിലും കയ്യിലുള്ള പണത്തിൻ്റെ അളവ് കൂട്ടാൻ നോക്കുമ്പോൾ it lessens the amount of money available for lending to others.
അതായത് ബോറോയിങ്സ് അവിടെ കൂടുമ്പം മറ്റ് ആൾക്കാർക്ക് കടം കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഫണ്ട് അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പം ഈ ആവശ്യമില്ലാതെ ആൾക്കാർ ബോറോയിങ് നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിയുമ്പം ആൾക്കാർ ഈ കടം മേടിക്കുന്നവരെല്ലാം തിരിച്ച് കൂടുതൽ പലിശ സഹിതം അടയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പം ബോറോയിങ്സ് അവിടെ കൂടുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബോറോയിങ്സ് അവിടെ കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൂടുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിയുമ്പം അത് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ബാധിക്കുന്നത്. അതായത് ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിയുമ്പം ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയുന്നു. അതേസമയം കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ സേവിങ്സ് ആയിരിക്കും അവിടെ കൂടുന്നത്, കൺസംഷൻ കുറയും. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് കൂടുതൽ പണം ജനങ്ങൾ സേവ് ചെയ്യാനേ നോക്കുകയുള്ളൂ, കൺസംഷൻ അവിടെ കുറയ്ക്കും. കാരണം കൂടുതൽ പണം സേവ് ചെയ്ത് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടും. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വീണ്ടും സ്ലോപ്സ് ഡൗൺവേർഡ്സ്. സോ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇഫക്റ്റ് എന്നിവിടെ പറയുന്നത് മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയി ഇരിക്കെ ഇക്കോണമിയിലെ ആഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ കൂടിക്കഴിയുമ്പം ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ പേർച്ചേസിങ് പവർ, മൂല്യം അവിടെ കുറയുവാണ്. അങ്ങനെ മൂല്യം കുറയുന്നത് കൊണ്ട് അവർ കൂടുതൽ പണം സേവ് ചെയ്യാനേ നോക്കുകയുള്ളൂ, അധികം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ കൂടുതൽ പണം സേവ് ചെയ്യാൻ നോക്കുമ്പം കൺസംഷൻ മാത്രമല്ല കുറയ്ക്കുന്നത്, മറിച്ച് അവരുടെ കയ്യിലുള്ള ബോൺഡ്സ് വിറ്റ് അവർ കയ്യിൽ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ നോക്കും. അല്ലെങ്കിൽ മാക്സിമം ബോറോ ചെയ്തിട്ടാണെങ്കിലും ലോൺസ് എടുത്തിട്ടാണെങ്കിലും കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനാണ് ജനങ്ങൾ ആ സമയത്ത് നോക്കുക. അപ്പോൾ ബോറോയിങ്സിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മറ്റ് ആൾക്കാർക്ക് ലെൻഡ് ചെയ്യാൻ പണത്തിൻ്റെ ഒരു ഇൻസഫിഷ്യൻസി വന്നു കഴിയുമ്പം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഈ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിയുമ്പം ഫേംസിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും അതേസമയം കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ കൺസംഷൻ കുറഞ്ഞ് സേവിങ്സ് കൂടുകയുമായിരിക്കും ചെയ്യുന്നത്. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് കൊണ്ട് അവർ വീണ്ടും കൂടുതൽ സേവ് ചെയ്യും, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിൽ നിന്നും പലിശ കിട്ടുമല്ലോ. സോ വീണ്ടും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് കൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ അവർ വീണ്ടും കൺസംഷൻ കുറച്ച് കൂടുതൽ സേവ് ചെയ്യാൻ നോക്കും. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് വഴി ആഗ്രിഗേറ്റ് ഡിമാൻഡ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്, അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കുറയുവാണ്. സോ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇഫക്റ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദി കെയ്ൻസ് ഇഫക്റ്റ്. So these are the two main reasons due to which the aggregate demand curve slopes downwards.